നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2025 ആദ്യ കടമെടുപ്പിന് സർക്കാർ ഒരുങ്ങുകയാണ്. നാളെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനായുള്ള ലേലം റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ-കുബർ പോർട്ടൽ വഴി നടക്കും. 2500 കോടി രൂപയാണ് കടമെടുക്കുന്നത്. ഈ കടമെടുപ്പ് ബജറ്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കുമ്പോഴാണെന്നത് ശ്രദ്ധേയമാണ്. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളടക്കമുള്ള കാര്യങ്ങൾക്ക് 2025-26 സാമ്പത്തിക വർഷത്തെ സമ്പൂർണ്ണ ബജറ്റാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇപ്രാവശ്യത്തെ ബജറ്റ് പ്രഖ്യാപനം എന്തൊക്കെയാകുമെന്നുള്ള ആകാംക്ഷയിലാണ് ജനങ്ങൾ. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ പോലും പൂർത്തിയാക്കാനോ ആരംഭിക്കാനോ കഴിയാത്ത അവസ്ഥയാണുള്ളത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി തന്നെയാണ് ഇതിന് കാരണം. പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാനാവാത്ത അവസ്ഥയിലാണ് ഓരോ വകുപ്പുകളുടെയും പ്രകടനങ്ങൾ. ധനവകുപ്പിനോട് കൂടുതൽ ഫണ്ട് ആവശ്യപ്പെടുന്ന കുടുംബശ്രീ പോലുള്ള വകുപ്പുകൾക്ക് ഫണ്ടില്ലെന്ന മറുപടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. 2500 കോടി രൂപയാണ് നാളെ കടമെടുക്കുക. ബജറ്റ് സമ്മേളനം ആരംഭിക്കാൻ തന്നെ ലക്ഷങ്ങൾ ചിലവ് വരും. നിയമസഭാ സമ്മേളനത്തിന് മുൻപ് അത്യാവശ്യം കടങ്ങൾ തീർക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻകാർക്കും കുടിശ്ശികയും സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയും ഉൾപ്പെടും. മാർച്ച് 31 വരെ എടുക്കാൻ അനുവദിച്ചിട്ടുള്ള 5510 കോടിയിൽ നിന്നാണ് 2500 കോടി രൂപ കടമെടുക്കുന്നത്. ഇതോടെ ഈ സാമ്പത്തിക വർഷം ഇനി കടമെടുക്കാൻ അവശേഷിക്കുന്നത് 3010 കോടിയാണ്. മാർച്ച് വരെ ചിലവ് ക്രമീകരിക്കാൻ 17000 കോടിയുടെ വായ്പാനുമതിക്ക് കേരളം അപേക്ഷിച്ചിരുന്നെങ്കിലും കേന്ദ്രം അനുമതി നൽകിയില്ല. നിലവിലിപ്പോൾ 4 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. 6400 രൂപ വീതം ഓരോ ക്ഷേമ പെൻഷൻകാരനും ലഭിക്കാനുണ്ട്. അതേപോലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും അടക്കം ലഭിക്കാനുള്ള നിരവധി ആനുകൂല്യങ്ങളാണ് തടഞ്ഞുവച്ചിരിക്കുന്നത്. 6 ഗഡു ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും കുടിശ്ശികയാണ്. കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയാകട്ടെ ഇതുവരെ നൽകിയതുമില്ല. കഴിഞ്ഞ പെൻഷൻ പരിഷ്കരണത്തിന്റെ 4ാം ഗഡു പെൻഷൻകാർക്കും കൊടുക്കാൻ ഉദ്ദേശമുണ്ട്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ജനുവരി മാസത്തെ പെൻഷൻ തുക എത്തിച്ചേരും. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.